പി ടി ചാക്കോ മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ നിരയിൽ ആ രാഷ്ട്രീയ ഗാംഭീര്യത്തോടെ തലയുയർത്തി നിൽക്കാൻ യോഗ്യത സ്വയം തെളിയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സമീപ ദിനങ്ങളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്. UDF-ലെ ഇന്റേണൽ പൊളിറ്റിക്സിൽ പലപ്പോഴും നിലപാടെടുക്കാറുള്ള സമുദായ സംഘടനകൾക്കെല്ലാം ഒരു ഇടവേളയ്ക്ക് ശേഷം സതീശനേക്കാൾ പ്രിയപ്പെട്ട ആളായി രമേശ് ചെന്നിത്തല മാറുന്നു. കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് ഭരണം ഉള്ളപ്പോഴാണെങ്കിലും ഇല്ലാത്തപ്പോഴാണെങ്കിലും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഭരണമുള്ളപ്പോഴാണെങ്കിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് UDF-ൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവാണ്. LDF-ൻ്റെ CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് LDF-ൻ്റെയും പാർലമെൻ്ററി പാർട്ടി നേതാവാണ് എന്നതുപോലെ ഭരണമില്ലാത്തപ്പോഴാണെങ്കിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെയാണല്ലോ. PT ചാക്കോ മുതൽ VD സതീശൻ വരെയുള്ളവർ കേരളത്തിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്ത പ്രതിപക്ഷ നേതാക്കന്മാരാണ്. ആ നിരയിൽ ഇങ്ങേ അറ്റത്ത് ഇപ്പോൾ നിൽക്കുന്ന VD സതീശൻ, PT ചാക്കോ മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ നിരയിൽ ആ രാഷ്ട്രീയ ഗാംഭീര്യത്തോടെ തലയുയർത്തി നിൽക്കാൻ യോഗ്യത സ്വയം തെളിയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സമീപ ദിനങ്ങളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്. ഈ ചോദ്യം മുമ്പും കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ പലവട്ടം ഉയർന്നു വന്നിട്ടുണ്ട്. മുക്കാതെ പഴുത്ത പഴം പോലെയാണ് യഥാർത്ഥത്തിൽ VD സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയത് എന്ന് രഹസ്യമായും പരസ്യമായും പറയുന്ന കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വരെയുണ്ട്. രാഷ്ട്രീയമായി ഇന്നലെ രാവിലെ പെട്ടെന്ന് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ആളല്ല VD സതീശൻ എന്ന് വേണമെങ്കിൽ സമ്മതിക്കാം. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി VD സതീശൻ്റെ സാന്നിധ്യമുണ്ട്. പറവൂരിൽ കഴിഞ്ഞ 3 ടേമായി MLA-യുമാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം LDF-ന് തുടർഭരണം കിട്ടുകയും UDF തുടർ പ്രതിപക്ഷത്താവുകയും ചെയ്ത ആ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിക്കൊണ്ട്, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റിക്കൊണ്ട് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് കോൺഗ്രസിൻ്റെ ശരിയായ തീരുമാനമായിരുന്നു എന്നാണ് പിന്നീട് പലപ്പോഴും കോൺഗ്രസ് വൃത്തങ്ങളിൽ ഉയരുന്ന ചോദ്യം. കോൺഗ്രസിന് പുറത്ത് UDF-നകത്ത് ഇതേ ചോദ്യം പലപ്പോഴും മുറുമുറുപ്പായി വരാറുണ്ട്. പരസ്യമായി ഇനിയുള്ള ദിനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ മുറുമുറുപ്പ് മുമ്പ് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് VD സതീശൻ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായിരിക്കുന്ന, അതായത് കുട്ടികൾ പരിഭവിക്കുമ്പോൾ, കൊച്ചു കുട്ടികൾ പരസ്പരം ഗോഗ്വ വിളിച്ച് കളിയാക്കുമ്പോൾ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഇമോജിയായി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കപ്പെടുന്നതായി മാറിയിരിക്കുന്ന ആ വിഷ്വൽ, ആ പിക്ചർ ഭരിക്കുന്ന മുന്നണിയുടെ നേതൃത്വം വഹിക്കുന്ന പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു അശ്ലീലമായ സിനിമാ ശൈലിയിൽ ഒരു മൂന്നാം തരം ഇടിപ്പടത്തിലെ വില്ലൻ്റെ മാതൃകയിൽ പ്രതിപക്ഷ നേതാവ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തണമെന്ന് ആദ്യം പിടിച്ച വാശിയിൽ നിന്ന് പൂർണ്ണമായി പുറകോട്ട് പോവുകയും രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ഇത്തരം ആളുകളുടെ സംരക്ഷകനെന്ന് വാദിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വിചിത്രമായ അവസ്ഥയിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് 8 സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ കേസുള്ളത്. രാഹുൽ മാങ്കൂട്ടമാണ് ഏറ്റവും അപമാനിതനായി കേരള രാഷ്ട്രീയത്തിൽ തലകുറിച്ച് നിൽക്കുന്നത്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചുകൊണ്ട് വികാരം സർക്കാരിനെതിരായി മാറ്റാനുള്ള വൃഥാശ്രമം, അത് പൊളിഞ്ഞ് പാളീശായി
എന്ന് കണ്ടപ്പോഴാണ് ആ നേരത്തെ പറഞ്ഞ ആംഗ്യം കാണിക്കൽ ഭീഷണിയുടെ അടുത്ത ദിവസം സതീശൻ കേരളത്തിൽ നിന്ന് കടൽ കടന്ന് ഒരു യാത്ര പോയത്. എന്നാണ് വരികയെന്നറിയില്ല. നിയമസഭ അടുത്ത മാസം 15-ാം തീയതിയാണ്. അതിന് മുമ്പ് വരുമായിരിക്കും. പ്രതിപക്ഷ നേതാവാണല്ലോ. അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം, പ്രസക്തമായ കാര്യം, കഴിഞ്ഞ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായി 2 വർഷം പ്രവർത്തിച്ച രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഫലത്തിൽ വീണ്ടും ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായി മാറുന്നുണ്ട് കോൺഗ്രസിനകത്ത്, യു ഡി എഫിനകത്തും. സ്വാഭാവികമായും യു ഡി എഫിനും കോൺഗ്രസിനും പുറത്തുള്ള രാഷ്ട്രീയത്തിലും മാധ്യമങ്ങൾക്കിടയിലും അത് ചർച്ചയായി മാറുന്നുണ്ട്. സതീശൻ സ്വന്തം രാഷ്ട്രീയം കയ്യിലിരിപ്പുകൊണ്ട് മാങ്കൂട്ടത്തിന്മാരെ പരസ്യമായി സംരക്ഷിക്കുകയും അതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുകയും CPM-നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ കയ്യിലിരിപ്പിൻ്റെ പേരിൽ പതിയെ താഴ്ത്തപ്പെടുകയും രമേശ് ചെന്നിത്തല അതിശക്തമായി ഉയർന്നു വരികയും ചെയ്ത സാഹചര്യം. രമേശ് ചെന്നിത്തല ആരാണ് എന്ന് കേരള രാഷ്ട്രീയത്തെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. രമേശ് ചെന്നിത്തല ആർക്കൊക്കെ അഭിലഷണീയനാണ്, ആർക്കൊക്കെ അഭിമതനാണ് എന്നുള്ളത് ഒരു ലിസ്റ്റ് എടുത്താൽ ഇടക്കാലത്ത് രമേശ് ചെന്നിത്തല ചിലർക്കൊക്കെ ഒരു കൈ അകലത്തിലായിരുന്നെങ്കിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്ക്, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്, മുസ്ലിം ലീഗിന്, സമസ്തയ്ക്ക്, കത്തോലിക്ക സഭയ്ക്ക്, അങ്ങനെ UDF-ലെ ഇൻ്റേണൽ പൊളിറ്റിക്സിൽ പലപ്പോഴും നിലപാടുകളെടുക്കാറുള്ള സമുദായ സംഘടനകൾക്കെല്ലാം ഒരു ഇടവേളയ്ക്ക് ശേഷം സതീശനേക്കാൾ പ്രിയപ്പെട്ട ആളായി രമേശ് ചെന്നിത്തല മാറുന്നു. UDF-നെ പൊക്കിക്കൊണ്ട് നടക്കുന്ന വലതുപക്ഷ UDF-ലെ അതാത് കാലത്തെ പ്രതിപക്ഷ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്ക് വീണ്ടും രമേശ് ചെന്നിത്തല ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ സ്വീകാര്യനാവുന്നു. ഹൈക്കമാൻഡിന് കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനടക്കം, അതുവഴി രാഹുൽ ഗാന്ധിക്ക്, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് സതീശനേക്കാൾ രമേശ് ചെന്നിത്തല സ്വീകാര്യനാവുന്നു. അങ്ങനെ 1, 2, 3 എടുത്തു നോക്കിയാൽ ഇടവേളയ്ക്ക് ശേഷം VD സതീശനേക്കാൾ രമേശ് ചെന്നിത്തല സ്വീകാര്യനായി മാറുന്ന ഒരു പിക്ചർ, ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഓർക്കണം, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് അന്ന് സജീവമായ കേരള രാഷ്ട്രീയത്തിൽ അന്നുണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രചാരണ സമിതിയുടെ ചുമതല ഏൽപ്പിച്ചത്. പക്ഷേ ഇലക്ഷനിൽ UDF തോറ്റപ്പോൾ അതിൻ്റെ പേരിൽ നടപടി നേരിടേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ തരം താഴ്ത്തൽ പോലെ മാറ്റി നിർത്തപ്പെട്ടത് അന്നത്തെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമാണ്. പകരം K. സുധാകരനും VD സതീശനും വന്നു. ഇപ്പോൾ K. സുധാകരൻ പുറത്തു പോയിരിക്കുന്നു, പകരം സണ്ണി ജോസഫ് വന്നു. VD സതീശൻ ഒരു ടേം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. 8 മാസം കൂടിയേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത്. അത് കഴിഞ്ഞാൽ UDF-ൻ്റെ, കോൺഗ്രസിൻ്റെയും അതുവഴി UDF-ൻ്റെയും പാർലമെൻ്ററി പാർട്ടി നേതാവ് ആരാകും എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. UDF-ൻ്റെ അന്നത്തെ പാർലമെൻ്ററി പാർട്ടി നേതാവിൻ്റെ കേരളത്തിൻ്റെ ഭരണ തലത്തിലെ റോൾ എന്തായിരിക്കും എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുക. പക്ഷേ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ്, UDF-ൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് സതീശന് പകരം വീണ്ടും രമേശ് ചെന്നിത്തലയാകാനുള്ള സാധ്യതകളിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം ഉരുണ്ടുകൂടി എത്തുകയാണ്. സതീശന് ഇത് പടിയിറക്കത്തിൻ്റെ സമയം കൂടിയായി മാറുന്നു. നമുക്ക് കാത്തിരിക്കുകയും കാണുകയും ചെയ്യേണ്ടതുണ്ട് ആ ദിനങ്ങൾ. നന്ദി, നമസ്കാരം.